ചെക്കനും കല്യാണപ്പെണ്ണും എന്തിനു വഴി കൂടി പോണ എല്ലാവർക്കും ഡ്രസ്സ് എടുത്താൽ പോലും എന്റെ കെട്ടിയവനാണെങ്കിൽ ഏറ്റവും അവസാനം പോയിട്ടേ ഡ്രസ്സ് എടുക്കുള്ളൂ. അതങ്ങനെയാണ്. നീണ്ട ചർച്ചകൾക്ക് അവസാനം വീണ്ടും കറുപ്പ്. വാവ്, എന്റെ കെട്ടിയവൻ ബ്ലാക്ക് വൈറ്റ് എന്നീ കളറുകളിൽ നിന്നും മാറുള്ളത് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ അവിടെ സൊല്ലിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിലേക്ക് കയറിയപ്പോ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ. ഇടക്കാണെങ്കിൽ എന്റെ മോള് സാരി ഉടുപ്പിക്കുന്ന സ്ഥലത്ത് പോയി നീണ്ടു തീർന്ന് കിടക്കും. വാവ്, ഒരാളാണെങ്കിൽ അടുത്ത ഷർട്ട് ഇടാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിലേക്ക് പോകണ്ട്. മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം ഇവിടെ നിന്ന് എന്തായാലും കിട്ടൂല. ഇടക്കണ്ണാട് കണ്ടാലും ഇങ്ങനത്തെ ഒരു സെൽഫി പോസ്റ്റ് അത് നിർബന്ധം. ആളാണെങ്കിൽ നല്ല സമാധാനം ഡ്രസ്സ് എടുത്തുകൊണ്ട സമയത്താണ് ഉമ്മച്ചിയുടെ മോള് പെട്ടെന്ന് വന്നെ. നാളെ പെരുന്നാളാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ വല്ലാത്ത നെട്ടലായി പോയി. നാളെ എന്തായാലും പെരുന്നാൾ ആവൂലെന്ന് മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ വീട്ടിലത്തേക്ക് ഒരു സാധനവും വാങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ ചടപടയെന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ടാണ്. ചിന്നപ്പോഴുള്ള കാഴ്ചയാണ്. ബീഫ് വാങ്ങാനുള്ള തിരക്കാണ് ഈ കാണും. ഒരു ജില്ല മൊത്തം അവിടെ. ആയാലും ബീഫ് കിട്ടാൻ വൈകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് ഓരോ ഗ്ലാസ് ഷേക്കും കുടിച്ചിട്ട് കുറച്ചു നേരം അവിടെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഞാൻ അല്ലറ ചില്ലറ എല്ലാ സാധനങ്ങളും വാങ്ങി വീട്ടിൽ പോയിട്ട് അതെല്ലാം തിരിഞ്ഞു വെച്ചിട്ട് പോയി കിടന്നുറങ്ങി.